കാലത്തിന്റെ മാറ്റങ്ങൾക്കൊത്ത് എല്ലാ ഭാഷയിലും വിദ്യാർത്ഥികൾക്ക് അറിവ് നേടേണ്ടതുണ്ട്. അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് MP പറഞ്ഞു. സെയിന്റ് ലിറ്റിൽ തെരേസ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വജ്ര ജൂബിലി ആഘോഷത്തിന്റെ സമാപനവും അധ്യാപകർക്കുള്ള യാത്രയയപ്പും അധ്യാപക രക്ഷകർതൃ ദിനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയഭാഷയായ ഇംഗ്ലീഷും മാതൃഭാഷയും അനിവാര്യമാണ്. ഈ കാര്യത്തിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നും വിദ്യാഭ്യാസത്തിന്റെ മികവുറ്റ വളർച്ചയ്ക്ക് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നൽകുന്ന സംഭാവന വിലപ്പെട്ടതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുട്ടികൾക്ക് പ്രത്യേകമായിട്ടുള്ള പരിശീലനം അത് കൊടുക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ളതിൽ നമ്മുടെ സമൂഹത്തിലെ ഈ സ്ഥാപനം വളരെയേറെ വലിയ ഒരു ഉയർന്ന സ്ഥാനം അലങ്കരിക്കുമെന്ന് എടുത്തു പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. കാരണം നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഗേൾസ് സ്കൂൾ അത് ആരംഭിച്ചത് നമ്മുടെ ജില്ലയിലാണ്. സ്കൂളിന്റെ പേര് വിട്ടു. കോട്ടയം കേന്ദ്രീകൃതമായി ആദ്യത്തെ പെൺകുട്ടികൾക്കുള്ള വിദ്യാലയം ആരംഭിച്ചത് തന്നെ നമ്മുടെ ഈ ജില്ലയാണ്, കോട്ടയം. അപ്പൊ അങ്ങനെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ അധികമായി ചിന്തിക്കുകയോ താല്പര്യപ്പെടുകയോ ചെയ്യാതിരുന്ന ആ കാലഘട്ടത്തിൽ പോലും ഇവിടെ ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങാൻ മുന്നോട്ട് വന്നതിലൂടെ ആയിരക്കണക്കിന് നമ്മുടെ സഹോദരികൾക്കാണ് അല്ലെങ്കിൽ നമ്മുടെ പെൺമക്കൾക്കാണ് പഠിക്കാനും അതിലൂടെ വളർന്ന് വിവിധ നിലകളിൽ പ്രവർത്തിക്കാനും എല്ലാമുള്ള സൗകര്യം ലഭിച്ചു. അതൊരു ചെറിയ കാര്യമല്ല. ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ നമുക്ക് എവിടെ ചെന്നാലും ഇതുപോലെ ആൺകുട്ടികളും പെൺകുട്ടികളുമുള്ള അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ള സ്ഥാപനങ്ങൾ ഇഷ്ടംപോലെ കാണാനായിട്ട് ഞാൻ ഓരോ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ നേരത്തെ മുൻപ് പാർലമെന്റിനായിരുന്ന അവസരം. സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ ഫെറോന പള്ളി വികാരി ഫാദർ ഡോക്ടർ ബെർക്കുമാൻസ് കൊടയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. CK ആശ MLA ഉപകാര സമർപ്പണം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ പ്രീത രാജേഷ് പ്രതിഭകളെ ആദരിച്ചു. പ്രിൻസിപ്പൽ സിൽവി തോമസ് കാട്ടേത്ത്, പ്രഥമ അധ്യാപിക മിനി അഗസ്റ്റിൻ, PTA പ്രസിഡന്റ് NC തോമസ്, മാത്യു ജോസഫ് കോടാലിച്ചിറ, സോണി പൂതവേലി, ആശ സെബാസ്റ്റ്യൻ, മരിയറ്റ് ജോസി, സഹല ഫാത്തിമ, മാത്യു കൂടല്ലി തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി മീഡിയ, വൈക്കം. ചേട്ടാ, ഇവിടെ വൈകിട്ട് ഏതാ നല്ല ലാഭമുള്ളത്? മോൾക്ക് എന്ത് ടെസ്റ്റ് ചെയ്യാനുള്ള? 4 ടെസ്റ്റ് ഉണ്ട്. മികച്ച ലാബാണ് മോഡേൺ ക്ലിനിക്കൽ ലാബ്. അതേപോലെ 23 ലക്ഷത്തെ എല്ലാ ടെസ്റ്റും. ചേച്ചി, റിസൾട്ട് കിട്ടിയോ? ആ കിട്ടി മോനെ, പറഞ്ഞതിലും 1/2 മണിക്കൂർ മുമ്പ് തന്നെ കിട്ടി. ഇൻഷുറൻസ് കാർഡ് എടുത്തത് കൊണ്ട് ചിലവും കുറഞ്ഞു കിട്ടി. നമുക്ക് ഇൻഷുറൻസ് കാർഡ് ഉണ്ടോ? ഉണ്ട്. മോഡേൺ ക്ലിനിക്കൽ ലബോറട്ടറി. കഴിഞ്ഞ 22 വർഷങ്ങളായി വൈക്കം ജനതയുടെ മനസ്സ് തൊട്ടറിഞ്ഞ് ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ മോഡേൺ ക്ലിനിക്കൽ ലബോറട്ടറി ഇപ്പോൾ 3000 സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ വൈക്കത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വൈക്കത്തെ ആദ്യത്തെ കമ്പ്യൂട്ടറൈസ്ഡ് ലാബായ മോഡേൺ ലബോറട്ടറി എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ക്വാളിറ്റി കൺട്രോളിലൂടെ 100% കൃത്യത നിങ്ങൾക്ക് ഉറപ്പുവരുന്നു. മോഡേൺ ക്ലിനിക്കൽ ലബോറട്ടറി നിയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, വൈക്കം.